അപ്പോൾ നമ്മൾ ഇന്ന് കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ കൊണ്ട് പുട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പപ്പായ പറിച്ചു, അരിഞ്ഞു, ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയെടുത്ത്, പിന്നെ അതിനകത്ത് നമ്മൾ ഒരു പൊടി, വറുത്ത പൊടിയാണ്, അരിപ്പൊടി ഇട്ടു. അത് തിരുമ്മി വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ്. 10 മിനിറ്റ് ആ കപ്പളങ്ങയോട് ചേർന്ന് പൊടി നന്നായിട്ട് കുതിർന്ന് വരണം. അതിനുശേഷം ഇനി നമുക്ക് പുട്ടുകുറ്റിയിലിട്ട് അത് ഉണ്ടാക്കിയെടുക്കാം. ഇനി അത് വെള്ളം ചേർക്കരുത്, കപ്പങ്ങയുടെ വെള്ളം കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായ പുട്ടായിരിക്കും. ഇപ്പോൾ പൊടി നന്നായിട്ട് നമ്മൾ പകുതി പൊടി മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊടി നന്നായിട്ട് നനഞ്ഞു, കണ്ടോ, നല്ല മിക്സ് ആയിട്ടുണ്ട് എല്ലാം കൂടി. ഇനി നമുക്ക് കുറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതുപോലെ ഒരു പ്രാവശ്യം തേങ്ങ ഇട്ടാൽ മതിയായിരിക്കും കേട്ടോ. ഇതിങ്ങനെ നല്ല വിടമുള്ളത് കൊണ്ട് അതിനകത്ത് ആവി കയറാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കുറ്റി നിറച്ചെടുക്കാം. എടുത്ത് നമുക്ക് ഇനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ആവി വന്നു. 1 മിനിറ്റ് ആവി വന്ന് വെന്താൽ മതി, നമുക്കെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായ പുട്ടാണ്, കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കപ്പളങ്ങയും കൊണ്ട് എല്ലാവരും പുട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കേ, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഓക്കേ.